വിസിലടിക്കുമ്പോൾ എനിക്കുണ്ടാവുന്നൊരു കിക്കുണ്ട്. എനിക്ക് 17 വയസ്സായിരുന്നു. ടുഡേ ഐ എം 37. എനിക്ക് 20 വർഷം ഈ ഇൻഡസ്ട്രിയിൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയ മറ്റേ പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു മലയാള സിനിമയിൽ ഇങ്ങനത്തെ വയലൻസ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നിങ്ങളുടെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് ഈ സിനിമ കൺസീവ് ചെയ്ത സമയത്ത് പറഞ്ഞത് ഒരു വയലന്റ് ആക്ഷൻ മൂവിയായിരുന്നു. ബട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയാണ്. ഡെഫിനറ്റ്ലി A സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ഉണ്ടാവുന്ന ഈ ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. ബട്ട് ഒരു തിയേറ്ററിക്കൽ എൻ്റർടൈൻമെൻറ്റ്, നിങ്ങൾ സിനിമ തിയേറ്ററിൽ കാണേണ്ട ചില രീതിയുണ്ട് നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് KGF ഒക്കെ വിളിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൽ ഇത്തരം സിനിമകൾ വരുമില്ലോ എന്ന്. ബട്ട് എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ KGF റൈബസോൾ സാറിനെ കൊണ്ടുവന്നു. ഹനീഫ് നവാദ് ബെസ്റ്റ് മൂവിയാണ്. പിന്നെ ഈ സിനിമയുടെ ഐ തിങ്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ മെയിൻ റീസൺ ഷെരീഫിനെ പോലെ ഒരു പ്രൊഡ്യൂസർ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ബാക്ക് ചെയ്യാണ് ഒരു പ്രൊജക്റ്റിനെ വലിയ സിനിമ മലയാളത്തിൽ വലിയ സിനിമകൾ വരണമെന്ന് ആഗ്രഹിച്ച് അതേപോലെ ഒരു A സർട്ടിഫിക്കറ്റ് സിനിമ എന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് പോയി ആ സിനിമയുടെ കൊമേഴ്ഷ്യൽ എലിമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി യൂത്തിന് വേണ്ടിയിട്ട് ഫാമിലീസിന് വേണ്ടി എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിണ്ണം കച്ച് ആക്ഷൻ. ഉണ്ണിച്ചേട്ടാ തിയേറ്ററിൽ കാണാത്ത ആൾക്കാരെ ബാക്കി OTT കാണുന്ന പ്രൊഡ്യൂസർ സാർ പറഞ്ഞു. എങ്ങനെ തിയേറ്ററിൽ സിനിമയിൽ കാണാതെ ബാക്കി പലരെയും OTT അല്ല ആക്ച്വലി ഓവർ വയലൻസ് ആയതുകൊണ്ടാണ്. അങ്ങനെയല്ല, എനിക്ക് വന്ന് തിയേറ്ററിലും കാണും OTT-ലും കാണും. പിന്നെ ഇതിൻ്റെ കുറച്ച് എക്സ്റ്റെൻഡഡ് കട്ട് ഡെഫിനറ്റ്ലി OTT-ലാണ് വരാം. നമുക്ക് അറിയാം സിനിമ 2 തവണ സെൻസർ ചെയ്യാൻ പറ്റില്ല. എത്ര മിനിറ്റോളം കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും? എല്ലാം ഓൺലൈനിൽ കിടക്കല്ലേ. അവിടെ ഒരുപാട് സന്തോഷം. പോലെ തന്നെ ഒരു നല്ല സിനിമ എടുക്കാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. OTT-ല് മനി വിമ്പോളി ഉണ്ടാവും. അനിക്കോട് ചോദിക്കണം. എടുത്തു പറയുന്ന ഒരു കാര്യം ഇനിയിപ്പോൾ മലയാള സിനിമ മാർക്കോട് ശേഷം ഫൈറ്റ് ഞാൻ ആക്ച്വലി ആവശ്യപ്പെട്ടത് ഞാനൊരു 5-6 വർഷമായിട്ട് ആക്ഷൻ സിനിമകൾ ചെയ്യാതെ ഫാമിലി സിനിമകളാണ് U സർട്ടിഫിക്കറ്റുള്ള സിനിമകൾ ചെയ്ത് വരുമ്പോൾ മലയാള സിനിമയിൽ ഒരുപാട് ആക്ഷൻ സിനിമകളുണ്ടായി. എന്തായിട്ടാണ് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൂടെ നിൽക്കുന്ന ടെക്നീഷ്യൻസ് പറയേണ്ടത് നല്ലൊരു ആക്ഷൻ സിനിമ ചെയ്യുന്നത്. ബട്ട് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ബെഞ്ച് മാർക്ക് സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഐ തിങ്ക് മാർക്ക് ഒരു ബെഞ്ച് മാർക്കാണ്. മാർക്കോയ്ക്ക് ശേഷം വരാൻ പോകുന്ന സിനിമകൾക്ക് അറ്റ്ലീസ്റ്റ് ആക്ഷൻ സിനിമകൾക്ക് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ വെരി ഹാപ്പി. എൻ്റെ എല്ലാ ഫ്രണ്ട്സാണ് അവരെല്ലാവരും. ഇപ്പോൾ നിങ്ങളെല്ലാവരും സിനിമയെ സപ്പോർട്ട് ചെയ്ത് ആക്ഷൻ സിനിമകൾ വലിയ ബഡ്ജറ്റിൽ ഒരുക്കി തിയേറ്ററിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു എന്ന് പറയുമ്പോൾ എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗാണ്. ലൈക്ക് നമ്പേഴ്സ് ആണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ സത്യത്തിൽ പൃഥ്വിയൊക്കെ ആക്ഷൻ സിനിമ ചെയ്യുമെന്ന് എനിക്ക് വിചാരിച്ചിരിക്കുകയാണ്. പറഞ്ഞു വയലൻസ് ഇനി മാർക്കോട് ശേഷം എന്താണെന്ന് നിങ്ങൾക്ക് കാണാമെന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രേക്ഷകരെല്ലാം പറഞ്ഞത് അത് പറഞ്ഞതുപോലെ തന്നെ നടന്നു. താങ്ക് യു സോ മച്ച്. എന്ന് വെച്ചാൽ ജഗദീഷേട്ടൻ, സിദ്ദിഖേട്ടൻ, ആൻസൺ, അതേപോലെ തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഒരുപാട് ആക്ടേഴ്സ്, പുതിയതായിട്ട് ഡെബ്യൂ ചെയ്ത ആക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ കബീർ ദുഹാൻ, കുത്തി, ഐ മീൻ ലോഡ് ഓഫ് ആക്ടേഴ്സ്. ഇവരെല്ലാവരും ഇന്ത്യയിലായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ജഗദീഷേട്ടൻ ഇതിൽ തന്നെ സാറിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങളുമായിട്ട് പങ്കുവച്ചു. ഞങ്ങൾ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഒന്നും പറയാൻ ആഗ്രഹിച്ചിരുന്നു. ആക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. സോ ഗുഡ് ക്വാളിറ്റി കോണ്ടന്റ് എന്ന് വെച്ചാൽ നല്ല പോസ്റ്റേഴ്സ്, ഞങ്ങളുടെ പോസ്റ്റേഴ്സ് ഒരുപാട് സ്വീകാര്യമുണ്ടായി. അതുപോലെ തന്നെ ടീസർ, ഫിൽം മേക്കിംഗ് ചന്ദ്രു സെൽവരാജാണ് ചെയ്തത്. ചന്ദ്രുവാണ് എൻ്റെ ജയഗണേഷ് എന്ന സിനിമ ചെയ്തത്. ഇപ്പോൾ ജയഗണേഷിൽ വർക്ക് ചെയ്ത നമ്മുടെ റെഹാൻ എന്നുണ്ട്. ജയഗണേഷിൽ നമ്മൾ ഏതാണ്ട് വിഷു ചെയ്തിട്ടില്ല. വിഷു അല്ലേ ജയഗണേഷ്? വിഷു ക്രിസ്മസിന് പ്രേക്ഷകർ നടന്ന കുടുംബ പ്രേക്ഷകർ, കുട്ടികൾ അല്ലെങ്കിൽ അമ്മമാർ, അങ്ങനത്തെ ഒരു ഓഡിയൻസ് ഉള്ള ആളാണ്. ഈ ഒരു പടം അങ്ങനെ കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റില്ല. കാണാൻ പറ്റും. 18 വയസ്സിന് മുകളിലാണല്ലോ കുടുംബ പ്രേക്ഷകർ. അല്ല, ഓവർ വയലൻസ് ഉള്ളത് കൊണ്ട് അല്ല, അങ്ങനെയല്ല. A സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രായബുദ്ധി അല്ലെങ്കിൽ മെച്ചോർഡായ എല്ലാവരും കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ബേസിക് ഓഡിയൻസ് അമ്മമാരും അച്ഛനും എല്ലാവരും ഒക്കെയാണ്. അപ്പോൾ അവർക്ക് കാണാൻ പറ്റില്ല. കൂടുതൽ എന്താ പറയുക, കുറച്ച് സെൻസിറ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സംശയമുള്ളതുകൊണ്ട് മാത്രമാണ്. ബട്ട് ഐ തിങ്ക് യൂത്ത് സിനിമ കണ്ടു എൻ്റെ ഒരു ഫീഡ്ബാക്ക്. അങ്ങനെ ഞാൻ ആക്ച്വലി ടെൻസ്ഡ് ആയിരുന്നു. സത്യത്തിൽ നമ്മളെ A സർട്ടിഫിക്കറ്റ് സിനിമകൾ റിലീസാവാത്തതുകൊണ്ട് നമുക്കും അറിയില്ല എന്താണെന്ന്. പക്ഷേ ദാറ്റ്സ് വൺ ഐ എം സെയിങ് ദാറ്റ് ഷെരീഫ് മുന്നിൽ വന്ന് ഈ സിനിമയുടെ ക്വാളിറ്റി ദി എൻറ്റയർ ടീം, മീഡിയാസ് എല്ലാവർക്കും ഞാൻ ഇൻ്റർവ്യൂവിൽ വരാതെ ഇരുന്നപ്പോഴും നിങ്ങൾ ആരും പ്രശ്നം ഉണ്ടാക്കിയില്ല എന്നാണ് ഞാൻ അതുകൊണ്ടായിരിക്കും ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്തത്. അത് ഭയങ്കര ഹൈപ്പിലെത്തിക്കുന്ന സിനിമയാണ്. അത് മാർക്കോ നല്ല ഹൈപ്പായിരുന്നു. അല്ല, കുറച്ചതായിരുന്നു. ഞാനെപ്പോഴും പറയുന്നത് ഹൈപ്പ് നിങ്ങളാണ് കൂട്ടുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രേക്ഷകനൊരു കാര്യം ഇഷ്ടപ്പെടുമ്പോഴാണ് സിനിമ ഹൈപ്പായി മാറുന്നത്. ഞാൻ എത്ര പറഞ്ഞാലും
ഇറ്റ്സ് നോട്ട് കൺവിൻസിങ്. എന്നെ സംബന്ധിച്ച് സിനിമയുടെ ക്വാളിറ്റി കോണ്ടന്റ് പുറത്ത് വിട്ടിട്ട് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ അതിൻ്റെ മുകളിൽ കാണുന്നത്? ദാറ്റ് ഈസ് നമ്മൾ ഡബ്സിനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചു, സന്തോഷ് വർക്കി, ബേബി ജി, ഷാൻ റഹ്മാൻ എനിക്ക് വേണ്ടി ഒരു പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഷാൻ റഹ്മാൻ്റെ പാട്ട് ട്രെൻഡിങ് വണ്ണിലാണ്. ഞാൻ 2 വീഡിയോ ഡയറക്റ്റ് ചെയ്തു. ഐ വാസ് ജസ്റ്റ് ഹാവിങ് എ ബ്ലാസ്റ്റ്. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഹനീഫിൻ്റെ ഏറ്റവും ബെസ്റ്റ് സിനിമ ആയിരിക്കും ഞാൻ ഒരുപാട് മുന്നേ പറഞ്ഞിരുന്നു. ഐ തിങ്ക് ഹനീഫ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവിടുന്ന് ഹനീഫ് 2.0 ഹനീഫ് ഉണ്ണിമുന്നൽ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറിലേക്ക് മാറിയിരിക്കുന്നു. ആക്ച്വലി സിനിമകൾ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊരു പ്രൊമോഷനിൽ ഒരു തവണ പോലും പറഞ്ഞില്ല ഇതൊരു പാൻ ഇന്ത്യ സിനിമ ആയിരിക്കും. ഐ ജെന്വൻലി ഫീൽ ദാറ്റ് ആക്ഷൻ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു സാധ്യത കൂടുതലാണ്. എപ്പോഴും ആക്ഷന് ഒരു ലാംഗ്വേജ് ബാരിയർ ഫേസ് ചെയ്യാറില്ല. എന്നെ സംബന്ധിച്ച് നല്ല പ്രൊഡക്ഷൻ ബാക്കിങ്ങും നല്ല ടീം, ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ ഉണ്ടായ ഒരു സിനിമയാണ് മാർക്കോ. ഞാൻ